നമ്മൾ മലയാളികൾ കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിച്ചു പോരുന്നു. അത് രാമൻ്റെ ജന്മമാസം എന്നൊക്കെയായിരുന്നു പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. മേടമാസമാണ് രാമദേവൻ്റെ ജന്മമാസം. ജൂലൈ 17 തൊട്ടല്ലയോ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ജൂലൈ 17 തൊട്ട് 24 വരെ ഉള്ളൂ ഇവിടെ ഒരു പന്ന സമയം എന്ന് പറയാൻ. അതായത് ആഷാഢമാസം, ആദിമാസം എന്നൊക്കെ പറയും. ആഷാഢമാസം 25 തൊട്ട് ആടിമാസം പോയിട്ട് ശ്രാവണ മാസം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ ശ്രാവണ മാസം എന്ന് പറയുന്നത് ഇവിടെ വളരെ ഒരു ശുഭപ്രദമായ മാസമാണ്. എല്ലാ നല്ല കാര്യങ്ങളുമൊക്കെ ചെയ്യാനെ കൊണ്ട് ഓഗസ്റ്റ് 23 വരെ കാണും. നമുക്കത് അപ്പോഴാണ് ചിങ്ങമാസം ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഈ വർഷം ജൂലൈ 17 തൊട്ട് 24 വരെയുള്ള ഒരു 7-8 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ശുഭമല്ലാത്തത്. അതായത് അശുഭം എന്ന് പറയാവുന്നത്. ബാക്കിയെല്ലാം നല്ലതാണ്. അതായത് ചിങ്ങമാസം ആണ് ഇവിടെയൊക്കെ ഉള്ളവർക്ക് ശ്രാവണ മാസം എന്ന് പറയും. നമ്മൾ സൂര്യമാസം നോക്കുമ്പോൾ ഇവിടെയുള്ളവർ ചന്ദ്രമാസമാണ് നോക്കുന്നത്. അതാണ് വ്യത്യാസം. അതിനെക്കുറിച്ച് നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് നോക്കുവാണെങ്കിൽ ഇപ്പോഴേ ഈ ബുധൻ ഈ രാഹുവൊക്കെ നോക്കി ഇങ്ങനെ ഒരു പ്രത്യേക സ്ഥിതി നിൽക്കുന്നുണ്ട്, തെറ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വേണം. അത് നേരത്തെ ഉള്ള വീഡിയോകൾ കൂടി നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. ഇപ്പോൾ ഹെഡിങ് ഒക്കെ തെറ്റ് വരുന്നില്ലേ? പ്രഡിക്ഷൻസ് നോക്കിയാൽ മതി. ഈ മനസ്സിനെ കൺട്രോൾ ഇല്ലാതെ ഇങ്ങനെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പിള്ളേർ തന്നെ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭങ്ങൾ. അതായത് പെട്ടെന്ന് അങ്ങനെ ആ ചിന്തയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത മൂലമുള്ള പല പല പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഗൃഹസ്ഥിതികൾ പഠിക്കാനും വളരെയധികം പ്രയോജനപ്പെടും. യഥാർത്ഥത്തിൽ ഈ പ്രവചന വീഡിയോകളിൽ ആ ഗ്രഹങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഗ്രഹപ്രഭാവം എത്രയാണെന്ന് മനസ്സിലാവും. ചൊവ്വയിൽ മനുഷ്യൻ ഇറങ്ങിയത് കൊണ്ട് ചൊവ്വയുടെ ഗുണങ്ങൾ മാറുന്നില്ല. അല്ലെങ്കിൽ ചന്ദ്രനിൽ ഇറങ്ങിയാൽ ചന്ദ്രൻ്റെ ആ സ്വഭാവങ്ങളോ ഗുണങ്ങളോ ഒന്നും മാറുന്നില്ല. അത് അവിടെ തന്നെ കാണും. ചന്ദ്രനെ നമുക്കൊന്നും കണക്കൂട്ടാൻ പറ്റാത്തത്രയും വലിയ വലിയ ഗ്രഹങ്ങളാണ്, ഉപഗ്രഹങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര വലിപ്പമുള്ള നമ്മൾ ചെറിയൊരു ജീവിയല്ലേ. അവിടെ ചെന്ന് ഇറങ്ങിയെന്നും പറഞ്ഞ് ഒന്നും സംഭവിക്കാനില്ല. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും സൂര്യൻ കർക്കിടക മാസത്തിൽ നിന്നുള്ള ഫലങ്ങളാണ്. ആ മാസത്തിൽ ജനിക്കുന്നവരുടെ ഒരു സ്വഭാവവിശേഷങ്ങളും കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത്. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ സൂര്യമാസങ്ങളാണ് നോക്കുന്നത്. സൈൻസ് ആണ് നോക്കുന്നത്. സൂര്യരാശികളാണ് നോക്കുന്നത്. ചന്ദ്രൻ 2.25 ദിവസം ഒരു രാശിയിൽ നിൽക്കുമ്പോൾ സൂര്യൻ ഒരു മാസത്തോളമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ വരും. അതായത് ആക്യുറസി വളരെയധികം കുറഞ്ഞിരിക്കും. പക്ഷെ ഒരേ മാസത്തിൽ ഒരേ ഡേറ്റ്സിനോടൊക്കെ അനുബന്ധിച്ച് ജനിക്കുന്നവർക്ക് നല്ല സാദൃശ്യങ്ങൾ കാണാറുണ്ട്. അത് ചിങ്ങമാസം ജനിച്ച കുറേ പേരുടെ ഫോട്ടോ ഇട്ടിട്ട് അടുത്ത ചിങ്ങമാസം പറയുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാം. ഇപ്പോൾ ഇതിൻ്റെ കാര്യം നോക്കാം. ഈ കർക്കിടക മാസം എന്ന് പറയുന്ന ഒരു ചരരാശിയാണ്, ജലരാശിയാണ്. അതിനൊരു സ്ത്രീ രാശി എന്ന് പറയും. അത് സൂര്യനൊരു ഫ്രണ്ടിൻ്റെ രാശിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് അത്ര നല്ല പനരാശിയാന്ന് പറയാം. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് നിന്ന് നമുക്കത്ര ഇറിറ്റേഷനും അങ്ങനെ തോന്നില്ല, നല്ല ഒരു സന്തോഷമല്ലേ തോന്നാറ്. അതുകൊണ്ട് അത്ര പനരാശിയല്ലേ ഇത്. എപ്പോഴും ഈ ചരരാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമുക്കൊരു ചഞ്ചല ചിത്തം എന്ന് പറയും. എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മുടെ അഭിപ്രായങ്ങൾ. അത് സ്ഥിരമായിട്ടിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം, അല്ലെങ്കിൽ നമുക്ക് വേണോ വേണ്ടായോ അങ്ങനെ ഒരു ആലോചന വരും. വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഈ സൺ സൈൻ ക്യാൻസർ എന്ന് പറയുന്നത് ജൂൺ 22 തൊട്ട് ജൂലൈ 22 വരെ ഉള്ള സമയമാണ്. അന്നേരം ജനിച്ചവരെയാണ് കണക്കൂട്ടുന്നത്. നമ്മൾ സൂര്യൻ കർക്കിടകത്തിൽ നിൽക്കുന്ന അത്രയും ദിവസം ജനിക്കുന്നവരെയാണ് കണക്കൂട്ടുന്നത്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങളെ ഇങ്ങനെ കോയിൻസിഡൻസിലായിട്ട് വരാറുള്ളൂ. നമ്മൾ പറയുന്നത് നമ്മുടെ കർക്കിടക മാസത്തിൽ ജനിച്ചവരെ കുറിച്ചാണ്. അതൊരു വ്യത്യാസമുണ്ട്. അല്ലാതെ ഇംഗ്ലീഷിലെ കർക്കിടക മാസം ക്യാൻസർ മന്ത് എന്ന് പറയുമ്പോൾ ഇച്ചിരി വ്യത്യാസം വരുന്ന ഡേറ്റ്സിന് ആകെപ്പാടെ ഒരു 6-7 ദിവസമേ നമുക്ക് ഈ കർക്കിടക രാശിയിൽ കിട്ടുന്നുള്ളൂ. ഇവർക്കൊരു രാജാവിനെ പോലെ പ്രൗഢി ഉണ്ടാകും എന്നാണ് പറയുന്നത്. നല്ല പ്രശസ്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിക്കാനൊരു ഇച്ചിരി തടസ്സങ്ങൾ നേരിടും ഇവർക്ക്. പിന്നെ വിവാഹ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഇവർ തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 2 കൈയും കൂട്ടുമുട്ടുമ്പോഴേ ശബ്ദം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടങ്ങ് നീങ്ങുന്നതായിരിക്കും നല്ലത്. ഞാൻ നേരത്തെ ഒരു ടീച്ചറായിരുന്നു എന്ന് പറഞ്ഞില്ലയോ. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ഈ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം പറയുന്നതിന് ഒരു ഉദാഹരണം പറയുന്നത് ജനഗണമന നമ്മുടെ സ്കൂൾ കാലം മൊത്തവും ചെല്ലുന്നതാണ്. പക്ഷേ എത്ര പേർക്ക് കാണാതറിയാം?
എത്ര പേർക്ക് വരികളൊക്കെ വ്യക്തമായിട്ടും ഒരു തെറ്റില്ലാതെ പറയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാകുകയില്ല. ചുമ്മാ ഇങ്ങനെ കേട്ടിരിക്കാവുന്നേ ഉള്ളൂ. അത് കമ്പയർ ചെയ്തിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്കെല്ലാം, ഇപ്പോൾ ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനം അതാണ്. നമ്മൾ കമ്പയർ ചെയ്ത് മനസ്സിലാക്കി പഠിക്കാതെ നമുക്കിതൊരിക്കലും സ്വായത്തമാക്കാൻ പറ്റുകയില്ല. നല്ല സത്യസന്ധമായിട്ടൊരു പാത പിന്തുടരാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. അതുപോലെ ഈ മോറൽ വാല്യൂസ് ഒക്കെ എന്ന് പറയത്തില്ലയോ, അതൊക്കെ അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവുന്നവർക്ക് അങ്ങനെയല്ല, എന്നാലും പറയുകയാണ് പുസ്തകങ്ങളിൽ എഴുതിയത്. വളരെ സൗന്ദര്യമുള്ളവരായിരിക്കും, മറ്റുള്ളവരെ ആകർഷിക്കാൻ ഒരു പ്രത്യേക കഴിവ് കാണും. അതുപോലെ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിക്കാൻ ഒരു പ്രത്യേക താല്പര്യം കാണും. അതുപോലെ നമ്മുടെ അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും നല്ല ശാസ്ത്രജ്ഞനാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു മാസം എത്ര പേര് ജനിക്കും ലോകത്ത്, അവരെല്ലാം അങ്ങ് ശാസ്ത്രജ്ഞന്മാരാകുന്നില്ല. ഇവർ ശ്രമിച്ചാൽ പറ്റും മറ്റുള്ളവരെക്കാളും, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നല്ല കലാകാരന്മാരായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഇവരുടെ ലക്ഷ്യത്തിലെത്താൻ. അതും നമ്മളൊക്കെ അറിയാവുന്നവരുമായിട്ട് അത്ര ഇത് വരുന്നില്ല. അതായത് നീച ശനിയൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ വർക്ക് ചെയ്യുമ്പോഴേ നല്ല ഫലങ്ങൾ കിട്ടും. അങ്ങനെയാണ് നമ്മൾ നോക്കാറ്. വളരെ കഷ്ടപ്പെട്ടിട്ടും ഫലം കിട്ടാതെ വരുമ്പോൾ നിരാശയൊക്കെ പലർക്കും തോന്നാം. ഇപ്പം എപ്പോഴും പറയുന്ന പറയുന്നു, ഇതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ഇത് മാത്രം മനസ്സിലാക്കിയാൽ പോരാ, വളരെയധികം വ്യത്യാസങ്ങൾ വരും ഇതിലെല്ലാം. എല്ലാം കൂടെ ഒത്തു നോക്കുമ്പോഴേ നമുക്കൊരു കറക്റ്റ് കൺക്ലൂഷനിലെത്താൻ പറ്റുകയുള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പല നാടുകളാണ്. ഇത് ഗോൾക്കണ്ട ഫോർട്ടാണ്. അങ്ങനെ പല നാടുകൾ, നമ്മുടെ നാട്ടിലെ നാടുകൾ ഇവിടുത്തെ നാടുകളുമാണ്. ഇപ്പോൾ പ്രവചന വീഡിയോകൾ ഇടുമ്പോൾ അത് നമ്മളൊക്കെ ഒരു പുസ്തകം ഒന്നും റെഫർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ താനങ്ങ് പറഞ്ഞു പോകുന്നതാണ്. അത് കണ്ടിട്ട് അത് ഒത്തിരി നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അത് ചിന്തിക്കുക പോലും ചെയ്യാതെ അങ്ങ് പറയുന്നതാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഗമേഡിയാണെന്നും വിചാരിക്കരുത്. ഉള്ളൊന്നുമല്ല. കാരണം എൻ്റെ അത്രയും പരാജയം മാത്രം അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല. അതുപോട്ടെ, അത്രയ്ക്കും നമ്മൾക്കൊരു പോസിറ്റീവ് എന്ന് പറയുന്ന ഒന്നും അങ്ങനൊന്നും ഇല്ല. ഭഗവാന് സാന്നിധ്യം അറിയാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് പോലും നമ്മളോട് ഇഷ്ടമുണ്ടോ എന്ന് അദ്ദേഹം പോലും അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്. ഇപ്പോൾ ഒരു മലയാളം വെബ്സൈറ്റിൽ തന്നെ കണ്ട കർക്കിടക മാസം ജനിച്ച ആളുകളുടെ ഒരു സ്വഭാവവിശേഷങ്ങൾ എളുപ്പമൊന്ന് വായിക്കാം. ഗുണദോഷ വിചാരം ചെയ്യാതെ ഏത് കാര്യവും പൊടുന്നനെ പ്രവർത്തിക്കുന്നവനായിരിക്കും, ദരിദ്രനായിരിക്കും, സ്വപ്രവൃത്തികളെ ഉപേക്ഷിച്ച് പരകർമ്മങ്ങളിൽ സദാ ആസക്തനും, അതായത് അന്യരുടെ ആജ്ഞകളെ അനുസരിപ്പിക്കാനേ കൊള്ളുകയുള്ളൂ എന്നുള്ളൊരു വിചാരമുള്ളവനായിരിക്കും. ദേഹം തളരുന്ന പ്രവൃത്തികളെയും വടതാതി ദുഷ്കർമ്മങ്ങളെയും ചെയ്യേണ്ടി വരുന്നവനും, രോഗധനനാശാദി കാരണങ്ങളാൽ എല്ലായ്പ്പോഴും വ്യസനം അനുഭവിക്കുന്നവനും ആയിരിക്കും. ഇത് വായിക്കുന്ന കർക്കിടക മാസത്തിൽ ജനിച്ചവൻ പിന്നെ ആ ജ്യോതിഷത്തിലോട്ട് തിരിഞ്ഞു നോക്കുമോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം അങ്ങാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് ചില സമയത്തൊക്കെ ഇവർക്ക് പ്രാബല്യത്തിൽ വരും, ചിലർക്ക്. അപ്പോൾ ഈ രാശികളിൽ ഗ്രഹങ്ങൾ നിൽക്കുന്നത് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യമാണിത്. ഇങ്ങനെ പറഞ്ഞൊഴിയല്ല വേണ്ടുന്നത്. കൂടുതൽ ഡീപ്പായിട്ട് പഠിച്ചവരുണ്ട്, അവർ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കണം. പല ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴേ എല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടേ നമ്മൾക്ക് ഒരു പ്രത്യേക കൺക്ലൂഷനിലെത്താൻ പറ്റുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ വളരെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും കാണാൻ പഠിക്കാനും പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വളരെയധികം എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അത് പല സ്വഭാവങ്ങൾ കൊടുത്തിരിക്കുന്നതിന് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ജാതകന് അതിലേത് കണക്റ്റാവും അതിനനുസരിച്ച് പറയുമ്പോൾ അത്ഭുതമാണ് ഇത്. വേറെ സൂര്യരാശികൾ ഇടുമ്പോൾ ഈ ഫോട്ടോകളൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് ആമുഖ സാദൃശ്യം ഉണ്ടോ ഇല്ലയോ അങ്ങനെയൊക്കെ നോക്കത്തക്ക രീതിയിൽ ഇടുന്നതായിരിക്കും. 12 രാശികളുടെ അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടല്ലേ. ഇതെല്ലാം കളക്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കർക്കിടക മാസം ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ആരുമായിട്ടെങ്കിലും ഒരു ബോണ്ട്, അതായത് ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സ്നേഹിച്ചാൽ വളരെയധികം ഉള്ളഴിഞ്ഞങ്ങ് സ്നേഹിക്കും, വെറുത്താൽ അതുപോലെ അങ്ങ് വെറുക്കുകയും ചെയ്യും. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനൊരു സ്വഭാവം ഇവർക്ക് കാണും. എവിടെ വരെ പോകുന്നതിനും എത്ര എക്സ്ട്രീം ലെവലിൽ പോകുന്നതിനും മടി കാണത്തില്ല ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന്. പുറമെ വളരെ പരുക്കന്മാരായിട്ട് തോന്നാമെങ്കിലും ഉള്ളിൽ ഇവർ വളരെ സ്നേഹമുള്ളവരായിരിക്കും കൂടുതൽ പേരും. അതുപോലെ ഇവർക്ക് നല്ല എഴുത്തിലും അതുപോലെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെയധികം സാമർഥ്യം കാണും.
ലക്ഷ്യം വിചാരിച്ചാൽ ആ ലക്ഷ്യത്തിലെത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്നവരായിരിക്കും. എല്ലാവരും ഒന്നും അങ്ങനൊന്നും അല്ല, പക്ഷേ നമ്മൾ അത് മനസ്സിലായിരിക്കണം. അപ്പം നമ്മൾ രാശികളുടെ സ്വഭാവങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ മനസ്സിലാകും. അതായത് നമ്മൾ കർക്കിടക രാശിയുടെ ഒരു സ്വഭാവ ഗുണങ്ങൾ പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. അത് ഇതുവരെ ഞാൻ അത് എഴുതി വെച്ചത് എവിടെയാണെന്ന് പോയി, അതുകൊണ്ട് അല്ലെങ്കിൽ അത് ഇട്ടേനെ വീഡിയോ. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ കാരകത്വങ്ങൾ വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഭാവത്തിൻ്റെ കാരകത്വങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നോക്കിയിട്ട് ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യണം. അല്ലെങ്കിൽ കാണാതെ എല്ലാം പഠിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ കമ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ചിലപ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരിക്കത്തില്ലയോ. അതോ ഇന്നലെ തന്നെ ഭയങ്കരമായിട്ട് ആ ബുദ്ധിമുട്ട് വന്നെന്ന് പറഞ്ഞാൽ ഒരു ചെരുപ്പിന് വേണ്ടി ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോവുക, അങ്ങനെയൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് വരത്തില്ലേ നമുക്ക്. അങ്ങനെ എന്തുവായാലും അന്ന് പ്രവചനം ഇടാഞ്ഞ് അത് ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ആ ബുധൻ്റെ എപ്പോഴും പറയുന്ന കാര്യം എന്തായാലും ഭാഗ്യത്തിന് ഇന്നലെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത്ര നമുക്ക് എന്ത് വിഷമം വന്നേലും നമ്മൾ പറഞ്ഞിട്ടാണോ അങ്ങനെ സംഭവിച്ചേ അങ്ങനെയൊക്കെ വിചാരിക്കും. എന്തായാലും ഭാഗ്യത്തിന് പറഞ്ഞില്ല, അതൊന്ന് ശ്രദ്ധിച്ചോണേ. നമ്മൾ വലിയതാണെന്നൊന്നും അല്ല പറയുന്നതെങ്കിലും പറയാണ്, മറ്റുള്ള ജ്യോതിഷികളൊന്നും ഒരു പ്രവചനം നടത്തിയിട്ട് പ്രാർത്ഥന ഇടാറില്ല. നമ്മൾ ഇടാറുണ്ട്. അത് നടക്കരുതേന്ന്, ഭഗവാനെ രക്ഷിക്കണേന്ന് പ്രാർത്ഥന ഇടാറുണ്ട്. അല്ലാതെ നടക്കണേന്ന് ഒരിക്കലും പറയാറില്ല. അങ്ങനെ വരെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നവരുണ്ട് ഒരുപാട്. നമ്മൾ സമയം നല്ലതല്ലെങ്കിൽ അവർ പറയുന്നതെല്ലാം നമ്മളെ ഒരുമാതിരി നമുക്ക് ഭയങ്കരമായിട്ട് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കും. ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് രാജസ്ഥാനാണ്. അപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഒത്തിരി വലിയവരൊന്നുമല്ല. ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യമോ നമ്മുടെ അച്ഛനമ്മമാർ ചെയ്ത പുണ്യമോ ഒക്കെയാണെന്ന് വിചാരിച്ച് മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കുക. കർക്കിടക മാസത്തിൽ ജനിച്ചവരെ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ അവർക്കത് സഹിക്കാനേ പറ്റുകയില്ല. അവർ വളരെയധികം അതിനെ എതിർത്ത് നിൽക്കും, അല്ലെങ്കിൽ അവർക്കത് സഹിക്കാനേ പറ്റുകയില്ല. ഇപ്പോൾ കുറേ പേരുടെ കാര്യങ്ങൾ വെറും നിസ്സാര കാര്യത്തിനാണ് ഇവരൊക്കെ പോയി ഈ കടുങ്കയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊക്കെ എന്തിനു വേണ്ടി എത്ര പ്രാവശ്യം അതൊക്കെ ചെയ്യണം. അങ്ങനെ ഇവരെ വിമർശിക്കുന്നത് ഇവർക്ക് സഹിക്കാനേ പറ്റുകയില്ല. അതുപോലെ ഈ ചന്ദ്രരാശിയും കൂടെ ഒന്ന് നോക്കിക്കോണം. ചന്ദ്രരാശിയും കൂടെ കർക്കിടക മാസത്തിൽ ജനിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഗുണങ്ങളെല്ലാം കൂടിയിരിക്കും. പിന്നെ ലഗ്നവും കൂടെ വരികയാണെങ്കിൽ ഒരുപാട് കൂടിയിരിക്കും. നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, അവർക്കൊന്നും ഈ ഇതുമായിട്ട് വലിയ കണക്ഷനൊന്നും വരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ അവരിൽ ചിലർക്ക് ഈ കർക്കിടക മാസത്തിൽ ഒത്തിരിയും ഗ്രഹങ്ങൾ നിൽക്കത്തില്ല ഒരു രാശിയിൽ. അപ്പോൾ ആ ഗ്രഹങ്ങളെല്ലാം കൂടി ചേർന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഫലമായിരിക്കും തരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ജ്യോതിഷത്തിൽ നോക്കിയിട്ടേ കൺക്ലൂഷനിലെത്താം. അല്ലാതെ കാണുമ്പോഴേ പലരും ഒരുപാട് പേര് അങ്ങനെയുള്ളവരുണ്ട്. കാണുമ്പോഴേ ഏതെങ്കിലും ഒരെണ്ണത്തെ എടുത്ത് വെച്ച് അങ്ങ് ഒന്നീ വിവാഹത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നടക്കാനേ പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വൃത്തികെട്ട സ്വഭാവമാണ്, ഇങ്ങനെ എടുത്തടിച്ചതുപോലെ പറയുന്നതൊക്കെ കാണുമ്പോൾ അവർക്ക് എത്ര ബോധമുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. ഇങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം. കർക്കിടക രാശി എന്ന് പറയുന്നത് 4ാമത്തെ രാശിയാണ്. 4ാമത്തെ രാശി എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്, അമ്മ, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ ഇവരുടെ വീടിനെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും, അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നവരായിരിക്കും. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും നല്ലൊരു കഴിവ് കാണും. ഒരു സൈക്കിക് എബിലിറ്റി എന്നൊക്കെ പറയത്തില്ലേ, മെൻ്റലിസ്റ്റുകൾ, അങ്ങനെയൊക്കെയുള്ളൊരു കഴിവ് കാണും. നല്ല ജഡ്ജ്മെൻ്റ് ആയിരിക്കും ഇവർക്ക് എല്ലാ കാര്യത്തിലും. നമുക്കൊന്നും അത്രയും ജഡ്ജ് ചെയ്യാൻ പറ്റുകയില്ല മറ്റുള്ളവരെ. അതുപോലെ ആയിരിക്കും. പിന്നെ ഇവർക്ക് നല്ല കഠിനമായ, അതായത് കടുംപിടുത്തത്തിൻ്റെ ഒരു സൈഡും കൂടി നമുക്ക് കാണാൻ കഴിയും. നല്ല ഒരു നന്ദികേടിൻ്റെ ഒരു വശവും കൂടി കാണും കേട്ടോ. ഇപ്പോൾ അവർ എല്ലാവരും ലോയലാന്നൊക്കെ പറയുന്നെങ്കിലും കൂടുതൽ പേരും ഇച്ചിരി നന്ദികേടുള്ളതായിട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും ഇവർക്ക്. ഒരു മക്കളെയൊക്കെ നല്ലതുപോലെ കെയർ ചെയ്യുന്നവരായിരിക്കും. മറ്റുള്ളവരെക്കാൾ മക്കളെ എന്ന് കരുതി ജീവിക്കുന്നവരായിരിക്കും. അതുപോലെയാണെങ്കിൽ നല്ല ശ്രദ്ധയായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന്. പിന്നെ പ്രൊട്ടക്റ്റീവാന്ന് പറഞ്ഞല്ലോ, അതുപോലെ നല്ല സിമ്പതി കാണും എല്ലാവരുമായിട്ടും. ഇവരെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നല്ല ദേഷ്യത്തിലിരിക്കുന്ന കാണാം, ചിലപ്പോൾ അങ്ങ് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ഇവരങ്ങ് വളരെ ശാന്തരാകും. അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും ദുഃഖങ്ങളൊക്കെ മറ്റുള്ളവരോട് വിളിച്ചു പറയാതെ ഒരു മതിൽ കെട്ടി അതിനകത്ത് ആ ദുഃഖങ്ങളെയൊക്കെ വെച്ചേക്കും, അങ്ങനെ പറയത്തില്ലേ, അതുപോലെ ഉള്ളവരായിരിക്കും ഇവർ. എപ്പോഴും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നവരായിരിക്കും. നമ്മളെ ഒരു
ചായാനൊരു തോള് നൽകുന്നവരായിരിക്കും. അതായത് നമുക്ക് ഒരു ദുഃഖം വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കും. നല്ല ഭക്തിയുള്ളവരായിരിക്കും കൂടുതൽ പേരും. എനിക്കറിയാവുന്ന പലരും ഭക്തിയില്ലാത്തവരും ഉണ്ടേ. ജ്യോതിഷത്തിൽ നമ്മളെപ്പോഴേ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ പകുതി പേർക്കേ ഈ ഫലങ്ങൾ വരത്തുള്ളൂ. അത് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം. ഇപ്പോൾ എനിക്ക് ഒരുപാട് പേര് ഇന്ന മാസത്തിൽ ജനിച്ചവരെ അറിയാം, നാളിൽ ജനിച്ചവരെ അറിയാം. ഞാൻ കാണുമ്പോഴേ ഒരു നാളും ഏത് മാസവും അങ്ങനെയാണ് ചോദിക്കാറ്. കോളേജിലൊക്കെ പഠിച്ച കാലത്തെ മിക്കവാറും ഉള്ളവരുടെ കൂട്ടുകാരുടെ എല്ലാം നാള് ഒക്കെ നമുക്കറിയാം. നമുക്ക് ഒരാളെ കാണുമ്പോഴേ ഇവർ ഇന്ന നാളായിരിക്കും എന്നൊരു ഐഡിയ നമുക്ക് വരും. ചിലരൊക്കെ ഇപ്പോൾ ദശാനാഥനെ വെച്ച് പറയണം അങ്ങനെയൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുന്നതൊക്കെ കേട്ടോണ്ട് ഞാൻ പറയുകയാണ്. നമ്മളിതൊരു ഒരുപാട് പേരെ ഇങ്ങനെ അറിയാവുന്നവരെയൊക്കെ കമ്പയർ ചെയ്ത് ഇങ്ങനെ പഠിച്ചു പോകുന്നതുകൊണ്ടാണ്. നമുക്ക് അത് മാത്രമല്ല കാര്യം, നക്ഷത്രത്തിലും കാര്യമുണ്ട്. വടക്കേന്ത്യയിൽ പലർക്കും അവരുടെ നക്ഷത്രം അറിഞ്ഞുകൂടാത്തവരായിരിക്കും, അങ്ങനെയുണ്ട്. പക്ഷെ അവരുടെ പേര് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം, പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച്. അതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ലെങ്കിൽ ഇടാം. എല്ലാം ഒരു സംശയദൃഷ്ടിയോടെ നോക്കുന്നതോടായിരിക്കും ഈ കർക്കിടക മാസത്തിൽ ജനിച്ചവർ. അതുപോലെ തന്നെ ഇവർക്ക് ചേഞ്ചുകളൊന്നും ഇഷ്ടപ്പെടുകയില്ല. പക്ഷെ നമ്മൾ കണ്ടുള്ളവർക്ക് കുറച്ച് യാത്രയൊക്കെ ഇഷ്ടമുള്ളവരായിരിക്കും. എങ്കിലും പെട്ടെന്ന് വീട്ടിൽ തിരിച്ചു വരണം അങ്ങനെ ഒരു വിചാരമുള്ളവരായിരിക്കും. ജീവിതത്തിൽ സെക്യൂരിറ്റി അത് അവർ വളരെയധികം നമുക്ക് തോന്നുന്നു ഇവരെല്ലാം കളഞ്ഞു കുളിക്കുന്നവരാണ്. പക്ഷെ ഭയങ്കര സെക്യൂരിറ്റി നോക്കുന്നവരായിരിക്കും. ഇപ്പോൾ കടവൊക്കെ എടുത്തി ആടിയിട്ട് കടവൊക്കെ വരുത്തി കൂട്ടിയിട്ട് ഓരോന്നും കാണിക്കുന്നില്ലേ, അവരിൽ ഈ കർക്കിടക മാസം ജനിച്ചവർ വളരെ കുറവായിരിക്കാനാണ് സാധ്യത. അതായത് ചിലവാക്കുമ്പോഴും മറ്റുള്ളവരുടെ ഇവിടെ വേറെ ഒരു സോഴ്സ് ഉണ്ടോ ഇൻകത്തിന് അത് നോക്കിയിട്ട് അവരുടെ കയ്യിലിരിക്കുന്നതല്ലാതെ അങ്ങനെ ചിലവാക്കുന്നവരായിരിക്കും. നേരത്തെ ഞാനൊക്കെ ആണെങ്കിൽ അടുത്തിരിക്കുന്നവരെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ബസ്സിലായാലും അടുത്തിരിക്കുന്നവരുമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് കണക്ഷൻ വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അടുത്ത് കൂടുന്ന ഒരു സ്വഭാവമായിരിക്കും. ഒന്നെങ്കിൽ നമ്മൾ ഭയങ്കര ഏകാന്തത അനുഭവിക്കുന്നവരും ആണ്. എന്നാൽ പോലും അതേസമയം ഇവരാണെങ്കിൽ വളരെ പതുക്കെ ആരുമായിട്ടെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വെക്കുകയുള്ളൂ. ഒത്തിരി സമയം എടുക്കും അതിനു വേണ്ടി. ഈ രാശിയുടെ ജീവിയെ കാണിച്ചേക്കുന്നത് ഞണ്ടല്ലേ, അപ്പോൾ ഞണ്ടിൻ്റെ പുറന്തോട് വളരെ കട്ടിയായിരിക്കും, അകം സ്മൂത്തായിരിക്കും. അതുപോലെ ഈ ഞണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യം വരുമ്പോൾ ഈ പുറകോട്ട്, ഇപ്പോൾ ഞണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയത്തില്ല, എന്താണെന്ന് പറഞ്ഞാൽ കാര്യത്തോട് അടുക്കുമ്പോൾ ഒരു പുറകോട്ട് അങ്ങ് പിൻവലിഞ്ഞ് കളയും, അങ്ങനെയൊരു സ്വഭാവം കാണും. അതുപോലെയാണെങ്കിൽ ഇത് വയറിനെ സൂചിപ്പിക്കുന്ന സ്ഥാനമല്ലേ 4ാം സ്ഥാനം. അതുകൊണ്ട് തന്നെ ഇവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ആഹാരമായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇരിക്കുന്നത് മറ്റുള്ളവർ തുറന്നു പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, മനസ്സിലിരിക്കുന്നത് കണ്ടുപിടിക്കാൻ നമുക്ക് വളരെയധികം പ്രയാസമായിരിക്കും. സൽക്കാര പ്രിയരായിരിക്കും. അതവർക്ക് ഇഷ്ടമുള്ളവരെ സൽക്കരിക്കുന്നതിന് അവർക്ക് വളരെയധികം താല്പര്യം കാണും. ജോലി ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്, അത് കഴിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അതുപോലെ ഡിസിഷനൊക്കെ എടുക്കുന്നത് ഡിസിഷനൊക്കെ എടുക്കാനുള്ള ഒരു കഴിവ് കാണും. അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള ഒരു പേഴ്സണാലിറ്റി കാണും ഇവർക്ക്. കൂടുതൽ പേരും വളരെ പോസസീവ് ആയിരിക്കും. ഇവരുടെ സാധനങ്ങളൊന്നും മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടാത്തവരായിരിക്കും. ഇവർക്കൊരു പ്രത്യേക താല്പര്യം കാണും. നല്ല നല്ല വസ്ത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള താല്പര്യം കാണും. അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കില്ല. വേൾഡ് ഫേമസ് ഷെഫൊക്കെ ഇല്ലയോ, അവരൊക്കെ ഈ രാശിയിലാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവർക്ക് നല്ല കൈപുണ്യമായിരിക്കും ഈ കുക്കിങ്ങിലൊക്കെ. ആരെങ്കിലും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്നൊന്നും ക്ഷമിച്ചു കൊടുക്കാനൊന്നും ഇവർ തയ്യാറാകുകയില്ല, അത് മറക്കുകയില്ല ഇവർ. കഫസംബന്ധമായും പിത്തസംബന്ധമായും ഒക്കെ വയറിനൊക്കെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നത്. അത് പതുക്കെ നമ്മൾ പറയും. വളരെ ആക്യുറേറ്റായിട്ട് നമുക്ക് രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ പതുക്കെ വീഡിയോ ഇടാം. ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് എൻ്റെ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ്, പയ്യെ തിന്നാൽ പനയും തിന്നാം. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് ധൃതി പിടിക്കരുത്, പതുക്കെ പഠിച്ചു പോകണം. ഓരോരോ സെൻറ്റൻസുകൾ കേൾക്കുമ്പോൾ അതിൽ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് കമ്പയർ ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ശാസ്ത്രം സ്വായത്തമാക്കാം. അല്ലാതെ വലിയ IIT എഞ്ചിനീയറിങ്ങോ മറ്റേതോ മറിച്ചതൊക്കെ പഠിച്ചവർ ഈ ഗ്രൂപ്പിലൊക്കെ കിടന്നിങ്ങനെ വിഡ്ഢികളെ പോലെ പെരുമാറുമ്പോൾ നമുക്ക് അതിശയമാണ്. ഇതെന്താണ് ഇവർക്ക് വഴങ്ങാത്തത്? കാരണം അവരെ കുറിച്ചൊരു ഹൈ തിങ്കിങ് ആയിരിക്കും. അങ്ങനൊന്നുമല്ല. ജ്യോതിഷം നമ്മൾ വളരെ പതുക്കെ വേണം പഠിച്ച് മനസ്സിലാക്കി വിശകലനം ചെയ്ത് പഠിച്ചു പോവുകയാണെങ്കിൽ ഇതൊരു അത്ഭുതങ്ങൾ കാണും നമുക്ക് ഈ ശാസ്ത്രത്തിൽ. രാശിക്ക് ഓരോ ജീവികളെ കൊടുത്തിട്ടില്ലേ, അത് പ്രധാനമാണ്. അപ്പോൾ ആ ഞണ്ടിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് സമയം ഒരു പുറകോട്ടങ്ങ് പിൻവലിയും, എന്നിട്ട് മാളത്തിൽ പോയി ഒളിക്കും. ഞണ്ട് ചേട്ടനെ കണ്ടിട്ടില്ലേ, അത് മാളത്തിൽ പോയി അങ്ങ് ഒളിക്കും. ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇവർ നമ്മളോട് വരാമെന്ന് പറയാം, കറക്റ്റ് സമയമാകുമ്പോൾ ഇവർക്ക് വരണോ വേണ്ടായോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ചിലപ്പോൾ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിലും അങ്ങനെ കാണും, നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഒക്കെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ഇങ്ങനെയുള്ളവരോട് ഇടപെടുമ്പോൾ ഈ രാശിയുടെ ഈ ഗ്രഹങ്ങൾ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുറച്ചൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് ഇങ്ങനെ ഓരോ രാശിയിൽ ഗ്രഹങ്ങളിൽ നിന്നാലും ഭാവത്തിൽ ഗ്രഹങ്ങളിൽ നിന്നാലും കാര്യകത്വങ്ങളും ഇങ്ങനെ പല കാര്യങ്ങൾ കഴിയുന്നത്ര വായിച്ചുകൊണ്ടേയിരിക്കും. ഒരുപാട് വായിച്ചെങ്കിലേ നമുക്ക് ജ്യോതിഷം പഠിക്കാൻ പറ്റുകയുള്ളൂ. ചിലർക്കൊന്ന് നോക്കിയാൽ മതി, അങ്ങനെയുള്ളവരും കാണുമായിരിക്കും. നമുക്കങ്ങനെയല്ല. ഓം നമഃ ശിവായ.